എൻ്റെ പേര് ജോസഫ് തോമസ്, വീട്ടുപേര് കൈനിക്കര, തങ്കച്ചൻ എന്ന് വീട്ടിൽ വിളിക്കും. എൻ്റെ ഭാര്യയും മൂത്ത സഹോദരിയും ഇപ്പം എൻ്റെ കൂടെ ഭവനത്തിലുണ്ട്. 3 പെൺമക്കളായിരുന്നു. അവരെ 3 പേരെയും കെട്ടിച്ചയച്ചു. 2 പേര് ടീച്ചർമാർ, ഒരാൾ നേഴ്സാണ്. ഇത് ഈ കാണുന്ന ഭവനമാണ് എൻ്റെ ദുഷിച്ച സ്വഭാവം ഉണ്ടായിരുന്ന സമയത്തുള്ള ഭവനം. ഞാൻ ഏതാണ്ട് 18 വയസ്സ് പ്രായമുള്ളപ്പം മുതൽ മദ്യപാനത്തിന് അടിമയായി. അത് 22 വർഷം തുടർച്ചയായിട്ട് മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവും അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള ലഹരി സാധനമുണ്ടോ അതിനെല്ലാം അടിമയായിരുന്നു. എൻ്റെ ഇളയ സഹോദരിയും അളിയനും 1991 ഡിവൈൻ ധ്യാന സെൻ്ററിലെ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ ധ്യാനത്തിന് എന്നെ സംബന്ധിപ്പിക്കാൻ അബോധാവസ്ഥയിൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് സത്യം. ഞാൻ പോകുമ്പം എൻ്റെ കയ്യിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് 2-ാമത്തെ ദിവസം 2 മണിക്ക് അച്ഛൻ ഇനിയും മദ്യം കൈവശമുള്ള 6-7 പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അളിയൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എൻ്റെ കയ്യിലിരുന്ന സാധനം ഞാൻ അച്ഛൻ വെച്ച ബോക്സിലിട്ടു. അങ്ങനെ ഒരാഴ്ചത്തെ ധ്യാനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ധ്യാനം ഞാൻ കൂടിയതാണ്. പിന്നെ വീട്ടിൽ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും കൂട്ടുകാരുമായിട്ട് വീണ്ടും മദ്യത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ മദ്യഷാപ്പിൻ്റെ വാതിൽ വഴി പോകുമ്പം എനിക്ക് കഴിക്കണമെന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടാകുകയും വീണ്ടും ഒരു ധ്യാനം കൂടെ കൂടണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ തോന്നി. വീണ്ടും ഞാൻ ഡിവൈൻ ധ്യാന സെൻ്ററിൽ ഒറ്റയ്ക്ക് പോയി. അങ്ങനെ അവിടെ ഒരാഴ്ച ധ്യാനം കൂടി. വീണ്ടും തിരിച്ചു വന്നപ്പോഴും എൻ്റെ പഴയ സുഹൃത്തുക്കൾ തന്നെ യാതൊരു മാറ്റമില്ലാതെ അതുപോലെ തന്നെ ഇരുന്നു. അവരെന്നെ വീണ്ടും മദ്യപിക്കാനായിട്ട് ഉള്ള പ്രേരണ എനിക്ക് നൽകുകയും അവരോടുകൂടെ ഷാപ്പിൽ പോയിരുന്ന് കപ്പയിറച്ചി മാത്രം തിന്നാൽ മതി, വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ 1-2 ദിവസം പോയി കഴിഞ്ഞപ്പം പിന്നെയും വീണ്ടും അവർ ഒരു ഗ്ലാസ് കള്ള് കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് നിർബന്ധിച്ചു. അത് തെറ്റായ ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, അതായത് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള മറ്റപ്പറമ്പിലെ വറീച്ചനുമായിട്ടൊക്കെ ഞങ്ങളെ ഡിവൈൻ ധ്യാന സെൻ്ററിൽ വീണ്ടും പോയി ധ്യാനിച്ചു. അപ്പം പണിക്കിലച്ചൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഞാൻ ശുശ്രൂഷയ്ക്ക് ഡിവൈൻ ധ്യാന സെൻ്ററിൽ നിന്നു. അത് തുടർച്ചയായിട്ട് 3 വർഷം തുടർച്ചയായിട്ട് അവിടെ നിന്നു. 10-15 ദിവസം കൂടിയിരിക്കുമ്പം വീട്ടിലേക്ക് അച്ഛൻ പറഞ്ഞു വിടും, പിന്നെയും പോവും. അങ്ങനെ 3 വർഷം നിന്നതിന് ശേഷം പിന്നെ ഫെസ്റ്റിവൽ ഡേയിൽ അവധി ദിവസങ്ങളിൽ അച്ഛൻ കാർഡ് വിടും. അങ്ങനെ പോയി ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ഇരുന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇടവകയിലാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, അതുകൊണ്ട് നിങ്ങളുടെ ഇടവകയിലേക്ക് പോവുക. തങ്കച്ചനും ഞാനും കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് മദ്യപിക്കാനായിട്ട് പോവുക. മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്ക് 2 പേരുടെയും സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. മുൻപ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ സംശയത്തിൻ്റെ രീതികൾ പരസ്പരം അത് പങ്കുവയ്ക്കുമായിരുന്നു. സംശയത്തിൻ്റെ ഇത് വെച്ചുകൊണ്ടാണ് ഈ കുടി വർദ്ധിക്കാൻ കാരണം അതാണ്. പക്ഷേ യാതൊരു കാരണവുമില്ല, നമ്മുടെ മനസ്സിൻ്റെ ആണെന്നുള്ളത് നമുക്കത് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്കച്ചനെയും കൂട്ടി കാർമവില്ലയിലെ ശുശ്രൂഷയ്ക്ക് പോവുക. അവിടെയും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിന് മുടക്കം വരാതെ അന്ന് മുതൽ ഇന്ന് വരെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ 91 ഇത് കഴിഞ്ഞ് 93 ഞങ്ങൾ കുളത്തുവയൽ ധ്യാനത്തിന് ഞങ്ങളെല്ലാവരും കൂടെ പോവുക. 93 കുളത്തുവയൽ ധ്യാനത്തിൽ പോയി CG വർക്കിച്ചിട്ട് ധ്യാനത്തിൽ ഞങ്ങളന്ന് പങ്കെടുത്തു. അന്ന് കുഞ്ഞച്ചൻ്റെ ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. അതിന് ശേഷം 93 ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കുളത്തുവയൽ ഞങ്ങൾ പോയി ധ്യാനം കൂടി. ആ ധ്യാനം ഞങ്ങളുടെ വലിയൊരു ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നത്. അത് വെച്ചാൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത് ഞങ്ങളിങ്ങനെ വരിക. ഇപ്പോഴും കാർമവില്ലയിൽ കാർമൽ മൗണ്ടിൽ തങ്കച്ചനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ മുടക്കം വരാതെ ദൈവഹിതമനുസരിച്ച് കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ആ കുടുംബവും വളരെ തീക്ഷ്ണതയോടെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, വിശുദ്ധ ബലി പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ദൈവശുശ്രൂഷകൾ ചെയ്യുന്നു. ഇതെല്ലാം ഭംഗിയായിട്ട് ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു.
എൻ്റെ ഈ മദ്യപാന ശീലത്തിൽ നിന്ന് മാറ്റം വരുമെന്നും പറഞ്ഞ് എന്നെ 21-ാമത്തെ വയസ്സിൽ എന്നെ ഞാൻ വിവാഹം കഴിച്ചു. എനിക്കതിൽ 3 മക്കളുണ്ടായി. മദ്യപിച്ച് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ എനിക്ക് സംശയമായിരുന്നു. ഞങ്ങളുടെ ഈ പരിസരത്തുള്ള കൊക്കോമരത്തിൻ്റെ മണ്ടയ്ക്ക് കയറി ആരും കാണാതെ മദ്യപിച്ച് അബോധാവസ്ഥ കയറിയിരിക്കുക പതിവുണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ ഒരു ഭീകരജീവിയെപ്പോലെ എൻ്റെ മക്കളെ കട്ടിലിനടിയിലും മേശയുടെ അടിയിലും ഒക്കെ കയറി ഇരിക്കും. അവർക്ക് ഭയമായിരുന്നു. കാരണം ആദ്യകാലങ്ങളിലൊക്കെ മദ്യപിച്ച് ഞാൻ വരുമ്പോൾ വളരെ ഹാപ്പിയായിട്ടൊക്കെ കുടുംബത്തിൽ പെരുമാറുമായിരുന്നു. ക്രമേണ അത് കുറേശ്ശെ ദിവസങ്ങൾ കഴിയും തോറും എൻ്റെ ശരീരം വീക്കായിക്കൊണ്ടിരുന്നു. അപ്പോൾ സാമ്പത്തികം ടൈറ്റ് വന്നു. അതിൻ്റെ ദേഷ്യവും അരിശവുമൊക്കെ കുടുംബത്തിൽ തീർക്കും. അങ്ങനെ കുടുംബത്തിൽ പിള്ളേരെ ഉപദ്രവവും, കുടുംബത്തിൽ ഒരുമാതിരി വിറ്റാൽ കാശ് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കുകയും മദ്യപിക്കുകയും, അപ്പോൾ അതിൻ്റെ അരിശവും ദേഷ്യവും കോപവും ഒക്കെ ഞാൻ വീട്ടിൽ പ്രകടിപ്പിക്കുകയും പിള്ളേരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഉപദ്രവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു ഭീകരജീവിയെപ്പോലെ ഭയന്ന് അവർ എവിടെയെങ്കിലും പോയി ഒളിക്കുക പതിവായിരുന്നു. ഇന്ന് ആ രീതിയിൽ നിന്നെല്ലാം മാറി ഇന്ന് ദൈവം എന്നെ ഈ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായപ്പോഴത്തേക്കിനും ഞാൻ പ്രസവത്തിന് വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്കിന് അവിടെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എപ്പോൾ എന്നെ കാണാൻ വന്നാലും കുടിച്ച് അബോധാവസ്ഥയിലാണ് വരുന്നുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച് അവിടെ കിടന്ന് ഒരു 30 ദിവസമൊക്കെ ആയപ്പോഴും പുള്ളി വന്നിട്ട് അമിതമായിട്ട് അന്നപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു വിവാഹമായിരുന്നു. അച്ഛനും അമ്മച്ചിയൊക്കെ അവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് വന്നപ്പോഴത്തേക്കിന് പുള്ളി കുടിച്ചിട്ട് ആ റൂം മുഴുവൻ ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് വയ്യാതിരുന്ന ഞാൻ തന്നെ ആ ഛർദ്ദിലൊക്കെ കോരുകയും ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമുണ്ടായി. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ ഈ ഭർത്താവിൻ്റെ ഈ ദുർസ്വഭാവം ഒന്നും മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. വീണ്ടും വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മാസമായപ്പം കുഞ്ഞിനെ കൊണ്ട് എൻ്റെ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേന് വീണ്ടും 1.25 വയസ്സായപ്പോൾ ഞാൻ രണ്ടാമത്തെ ഗർഭിണിയായി. അപ്പം അതും രണ്ടാമത്തതും പെൺകുട്ടി. അപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു വിഷമമായി. വീട്ടിലുള്ളവർക്കും ഇതിൻ പെണ്ണാണല്ലോ എന്നുള്ള കണക്കൂട്ടൽ. അപ്പോഴും പുള്ളിയുടെ മദ്യപാനം ഇങ്ങനെ തുടങ്ങും. മദ്യപാനം തന്നെയല്ല, ചീട്ടുകളിയും ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ പുള്ളി അമിതമായിട്ട് മദ്യപിച്ചും ചീട്ട് കളിച്ചൊക്കെ കളയുക. വീട്ടിലുള്ളവർക്ക് എന്നെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ അമ്മാമ്മയോ ഒന്നും നോക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് ഒരു ശ്രദ്ധയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന നാളിൽ എനിക്ക് ഈ മദ്യപിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ എന്നെ 18 വയസ്സായപ്പോഴേ 17 വയസ്സ് കഴിഞ്ഞപ്പോഴേ എന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഈ രീതി കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം, സഹിക്കാൻ പാടില്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്നിട്ട് വീണ്ടും ഞാൻ അതിനെല്ലാം അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോൻ ഈശോയോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ എൻ്റെ ഭർത്താവിൻ്റെ ഈ ദുർസ്വഭാവങ്ങളെല്ലാം മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അറിയാവുന്ന ഭാഷയിൽ അന്നൊന്നും എനിക്ക് വലുതായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ കർത്താവിനോട് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ഏതായാലും പിന്നെ എൻ്റെ മൂത്ത മോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ മദ്യപാനം അമിതമായിട്ട് അങ്ങ് കൂടി. അപ്പം 3ാമത്തെ കൊച്ചുമായി, അതും പെൺകുട്ടി. അപ്പം 3 പെൺകുട്ടികളായി കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്ക് മാനസികമായിട്ട് എനിക്ക് എൻ്റെ കുടുംബം നിലനിർത്താൻ ഒരു ആൺകുഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മാനസിക വിഷമം പുള്ളിക്കുണ്ടായി. അപ്പം ഈ പെൺകുഞ്ഞാണെന്നുള്ള ഒരു രീതിയിൽ പുള്ളി അതിനെ ഒന്ന് കാണാൻ പോലും പുള്ളി വന്നില്ല. ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞാണ് പുള്ളി അങ്ങ് മാറി ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം. അപ്പോൾ അങ്ങനെയൊക്കെ ആ കുഞ്ഞിനോടും ഞങ്ങളോടുമൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോഴത്തേക്കിനും ഉണ്ടായ മാനസികമായിട്ട്. പിന്നെ പുള്ളിക്ക് അടിക്കടി ഇങ്ങനെ മദ്യപാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊന്നും തീരുന്ന ലക്ഷണമില്ല. കുഞ്ഞ് 10ാം ക്ലാസ്സിലായി. അപ്പം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെങ്ങും TV ഇല്ല. അപ്പം പിള്ളേർക്ക് TV കാണണമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു TV വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അയൽവക്കംകാരെ എല്ലാം വിളിച്ച് ആ TV കാണിക്കുക. 9 മണി 10 മണി വരെ ആ TVയിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും ഒരു സമയം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ ആയപ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾ എന്നിട്ടും 10ാം ക്ലാസ്സിൽ ഹൈ മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ അയൽവക്കത്തുള്ളവർ പറഞ്ഞു, ആൻസിമോളെ ഇവിടെ നിന്ന് പഠിച്ചാൽ അവൾ ജയിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് പഠിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം അവൾക്കായിട്ട് എന്ത് ഒരുക്കിയിട്ടിരിക്കുന്നോ അത് തമ്പുരാൻ അവൾക്ക് കൊടുക്കും.
എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് കിട്ടുന്ന മാർഗ്ഗം മതി, അല്ല അയലോക്കത്ത് പോയി കിട്ടിയിട്ടുള്ള മാർഗ്ഗം അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഈ അടുത്തുള്ള കുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതൽ മാർഗ്ഗം വാങ്ങിച്ച് അവൾക്ക് പാസ്സാകാനുള്ള കൃപ ദൈവം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിവൈൻ നഗറിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഭർത്താവും കൂടി എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് കൊണ്ടുവന്നു. അവിടെ വെച്ച് പനക്കലച്ചൻ്റെ ധ്യാനം കൂടി ആ വന്ന അന്ന് തന്നെ കൂടിക്കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ആ മനുഷ്യനെ വേറൊരു പുതിയ ഒരു സൃഷ്ടിയായിട്ടാണ് അന്ന് ഞാൻ കാണുന്നത്. എനിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് വേർപിരിഞ്ഞു, മരണം വഴി വേർപിരിഞ്ഞു. അപ്പം വീട്ടിൽ എനിക്ക് 5 സഹോദരിമാരാണ്. 4 പേരെ കെട്ടിച്ചയച്ചു. മൂത്ത സഹോദരി ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ സഹോദരിയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്വഭാവം വളരെ മോശമായ രീതിയിൽ പോകുന്നതെന്ന് അറിഞ്ഞ് എനിക്കൊരു ലോക്കൽ ഗാർഡിയൻ, എൻ്റെ ഒരു ബന്ധു എന്നെ കൊണ്ടുപോയി. അദ്ദേഹം നല്ലൊരു മദ്യപാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലിരുന്ന് കഴിക്കാനുള്ള പെർമിഷൻ അങ്ങേര് തന്നു. വീട്ടിൽ അങ്ങേരുടെ കൂടെ ഇരുന്ന് കഴിക്കാം, പുറത്ത് പോയി കഴിക്കരുതെന്നുള്ളൊരു നിർദ്ദേശം. അങ്ങനെ ആ വ്യക്തിയായിട്ട് അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് കഴിക്കുകയും തുടർന്ന് കൂടുതൽ സുഖത്തിന് വേണ്ടി അങ്ങേരെ അറിയാതെ തന്നെ ഷാപ്പുകളിൽ പോവുകയും കഴിക്കുകയും അങ്ങനെ കൂട്ടുകാർ കൂടുകയും ഒക്കെ ചെയ്തു. എൻ്റെ വിദ്യാഭ്യാസ കാലം ഞാൻ നിർത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വ്യവസായം സിനിമയായിരുന്നു. അങ്ങനെ സ്വന്തമായ സിനിമാ തിയേറ്റർ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായി. ഫിലിം കമ്പനി തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ടായി. സാമ്പത്തികം കയ്യിലില്ല എന്ന് വഴിയറമ്പിലുണ്ടായിരുന്ന ഇന്ന് 45 സെൻറ്റ് സ്ഥലം അന്ന് വെറും 1000 രൂപ വിലയ്ക്ക്, നിസാര വിലയ്ക്ക് വിറ്റു. ഇന്നത് കോടികൾ കിട്ടുന്ന വസ്തുവാണ്. അത് വിറ്റ് സിനിമാ വ്യവസായത്തിൽ പോയി. വൃത്തികെട്ട സ്വഭാവത്തിനെല്ലാം അടിമയായി. മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാ വിധത്തിൽ ഒരു മനുഷ്യൻ അധപ്പതിക്കാവോ ആ രീതിയിലുള്ള എല്ലാ രീതിയിലും പോയി അധപ്പതിച്ചു. അങ്ങനെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഡിവൈൻ ധ്യാന സെൻറ്ററിൽ ധ്യാനത്തിന് വേണ്ടി പോകുന്നത്. നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മദ്യപാനവും പുകവലിയും മയക്കുമരുന്നിനുള്ള ആ ശീലങ്ങളും എല്ലാം മാറിയെന്ന് പൂർണ്ണമായും ഡിവൈനിൽ ബഹുമാനപ്പെട്ട വൈദ്യർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം അവിടുത്തെ ശുശ്രൂഷകനായിട്ട് എന്നെ 3 വർഷക്കാലം ഞാൻ അവിടെ നിന്നു. അതിനുശേഷം ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ അച്ഛൻ എനിക്ക് കാർഡ് അയക്കുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി അവിടെ ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ഞാൻ 4-5 വർഷം ഡിവൈനിൽ കഴിച്ചു കൂട്ടി. അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇടവകയിലാണ് ശുശ്രൂഷ തുടങ്ങേണ്ടത്, അതുകൊണ്ട് നിങ്ങളുടെ ഇടവകയിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. എൻ്റെ കൂടെ നവീകരണത്തിൽ വന്ന എൻ്റെ സഹോദരന്മാരും ഞങ്ങളെല്ലാം കൂടി ഒരാന്തരിക സൗഖ്യ ധ്യാനത്തിന് വേണ്ടി ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടായിട്ടും ഞങ്ങൾ കുളത്തുവയലിൽ ബഹുമാനപ്പെട്ട വർക്കിച്ചൻ്റെ ധ്യാനത്തിൽ സംബന്ധിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ ധ്യാനം കൂടിയ ഇന്നത്തെ പ്രഗത്ഭരായ പല വ്യക്തികളും, ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ, ലൂയിസ് വെള്ളാനിക്കലച്ചൻ, കടുവാക്കുഴി അച്ഛൻ, അങ്ങനത്തെ പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടി ഇരുന്ന് ഞങ്ങൾക്ക് ആന്തരിക സൗഖ്യ ധ്യാനം സിസ്റ്റർ എൽസീസും CJ വർക്കിച്ചനും നടത്തിയ ആ ധ്യാനം ഞങ്ങൾ കൂടി. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും കഴിയുന്ന മക്കളെ അതിൽ നിന്നും മോചിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് ഞങ്ങൾ ഡിവൈനിലേക്ക് ധ്യാനത്തിന് പറഞ്ഞു വിടുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായി.
ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കാർമൽ വില്ല പ്രാർത്ഥനാലയത്തിൽ അന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെയിൻ കൊട്ടാരം, ആ സിസ്റ്റർ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ നവീകരണത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ ഒത്തിരി ആഗ്രഹിക്കുകയും ചെയ്ത ഒരു സിസ്റ്ററാണ്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ ഡിവൈൻ ധ്യാന സെൻ്ററിൻ്റെ ഒരു വാർഷിക ധ്യാനം നടത്തി. അന്ന് ബഹുമാനപ്പെട്ട നായിക്കപ്പറമ്പിലച്ഛനും പനക്കിലച്ഛനും ഒരു ദർശനം കിട്ടി. ഈ ചുറ്റുപാടിൽ എവിടെയോ ഒരു ധ്യാന സെൻ്റർ വരാൻ കർത്താവ് ദർശനത്തിൽ കാണിക്കുന്നു എന്ന്. അന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് CMI അച്ഛന്മാർക്കും CMC സിസ്റ്റേഴ്സിനുമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ CMIക്കാർ അതിനെപ്പറ്റി ആലോചിച്ചു. നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഈ കൂട്ടായ്മയിലിരുന്ന് ഈ CMCക്കാർക്കാണ് പിന്നുള്ള സ്ഥലം കൂടുതലുള്ളത്. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ദിവസവും ഞങ്ങൾ ജപമാല ചൊല്ലി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്ന് ജപമാല ചൊല്ലുക ഒരു പതിവാക്കി തീർത്തു. അങ്ങനെ അന്നത്തെ പ്രൊഫഷാൾ സിസിയമ്മ എന്ന് പറഞ്ഞു. സിസിയമ്മ അതിനുള്ള അനുവാദം തരികയും പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതിനുള്ള സാമ്പത്തികം കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ധ്യാന സെൻറ്റർ ചെത്തിപ്പുഴ കാർമൽ മൗണ്ട് റീട്രീറ്റ് സെൻറ്റർ തുടങ്ങി. ഇന്ന് ഞാൻ അവിടെ തുടങ്ങിയ കാലം മുതൽ ഈ ജൂലൈ മാസത്തിൽ 9 വർഷം പൂർത്തിയാകുന്നു. അതിന് കല്ലിട്ട നാൾ മുതൽ ഞാനവിടെ ഇന്നും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ സമൂഹ പ്രാർത്ഥന, ഞങ്ങളുടെ കൂട്ടായ്മ, ഈ നവീകരണത്തിൽ വന്നവരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. അനേകം മക്കൾ അവിടെ വന്ന് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. എൻ്റെ ഇടവക ദേവാലയമായ വെരൂർ സെൻറ്റ് ജോസഫ് ചർച്ചിൽ 2 കുരിശുപള്ളികളുണ്ടായിരുന്നു. ഒന്ന് ചീനഞ്ചിറ കുരിശുപള്ളിയും ഒന്ന് മുണ്ടുവാലും. അവിടെ ഞങ്ങളെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും, ചൊവ്വാഴ്ച ചീനഞ്ചിറ സെൻറ്റ് ജോർജ് കുരിശടിയിലും ബുധനാഴ്ച സെൻറ്റ് മേരീസ് കുരിശടി മുണ്ടുവാലത്തും പോയി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് അവിടെ നല്ല 2 ദേവാലയങ്ങൾ ദൈവം പണിതുയർത്തി കഴിഞ്ഞു. ഇന്ന് എൻ്റെ ഇടവക ദേവാലയമായ വെരൂർ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ ഞാൻ ടെസ്റ്റിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. 2 പ്രാവശ്യം ഇടവക വൈദികർക്ക് താല്പര്യമുണ്ടായിട്ട് പിന്നെ വീണ്ടും എന്നെ ടെസ്റ്റിയാക്കി. ആ സമയങ്ങളിൽ എനിക്ക് കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അച്ഛന്മാരെന്നെ ടെസ്റ്റിയായിട്ടിരുത്തുകയും അവിടെ ഏത് സമയവും 24 മണിക്കൂറും എൻ്റെ ദേവാലയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. തങ്കച്ചാനെ ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ അസിസ്റ്റൻ്റ് വികാരിയായി ചാർജ് എടുത്ത അന്ന് മുതലാണ്. എനിക്ക് വലിയ നാളത്തെ പരിചയമൊന്നുമില്ല, ഒരു 4 മാസത്തെ പരിചയമേ തങ്കച്ചായനുമായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും തങ്കച്ചായന് വളരെ സൗഹൃദപരമായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനാണ്. എപ്പോഴും മാനുഷിക ഗുണങ്ങൾക്ക് അദ്ദേഹം പരിഗണന കൊടുക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ദേവാലയത്തിലെ ഭക്തിനിർഭരമായ എല്ലാ കാര്യങ്ങളിലും തങ്കച്ചായൻ ദേവാലയത്തിന് മുമ്പിൽ തന്നെ വന്ന് നിന്നുകൊണ്ട് അതിൽ ലീഡ് ചെയ്യാനും പ്രാർത്ഥനകൾ നടത്തുവാനുമൊക്കെ തങ്കച്ചായൻ സന്മനസ്സ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തങ്കച്ചായൻ ഇവിടുത്തെ കൈക്കാരനായിട്ട് സേവനം ചെയ്ത ആളാണ്. കൈക്കാരനായിരുന്ന കാലത്ത് പള്ളിയോടുള്ള ഉത്തരവാദിത്തം ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനായിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും ദേവാലയവും ദേവാലയ പരിസരത്തും അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ വൈദികരോടും സിസ്റ്റേഴ്സിനോടുമൊക്കെ പ്രത്യേക സ്നേഹവും ബഹുമാനവും അദ്ദേഹം എന്നും കാണിക്കുകയായിരുന്നു. ഇപ്പോഴാണെങ്കിലും തങ്കച്ചായൻ തൻ്റെ ശുശ്രൂഷ ജീവിതം കാർമലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ശുശ്രൂഷയിലും തങ്കച്ചായൻ്റെ ഒരു പങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എപ്പോൾ ഏതാവശ്യത്തിന് വിളിച്ചാലും തങ്കച്ചായൻ ഇവിടെ ദേവാലയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ഭർത്താവ് നവീകരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ദൈവം തന്നു.
പ്രാർത്ഥനയ്ക്കും ദിവ്യബലിക്കും ഒന്നാം സ്ഥാനം എൻ്റെ ഭർത്താവ് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ഐശ്വര്യങ്ങൾ ദൈവം തന്നു. 3 പെൺകുട്ടികളുണ്ട്. ആ പെൺമക്കളെ 3 പേരെയും വിവാഹം കഴിച്ചു വിടുവാനും നല്ല ഭർത്താക്കന്മാരെ അവർക്ക് ദാനമായി ഞങ്ങൾക്ക് തന്നു. സ്വന്തം മാതാപിതാക്കന്മാരെ നോക്കുന്ന അതേ രീതിയിൽ തന്നെ എന്നെയും എൻ്റെ ഭർത്താവിനെയും ഞങ്ങളുടെ അമ്മാമ്മയും അവർ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്നിനും ഒരു വിഷമവും ഇല്ലാതെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരുന്നു. അടുത്തുള്ള മനുഷ്യരൊക്കെ പറയുന്നുണ്ട്, സ്വന്തം ആൺമക്കളേക്കായി കാര്യമായിട്ടാണല്ലോ നിങ്ങളുടെ മരുമക്കൾ നിങ്ങളെ നോക്കുന്നതെന്ന്. ദൈവത്തെ എൻ്റെ ഭർത്താവ് അറിഞ്ഞ ആ നിമിഷം മുതൽ ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് എത്രയധികം നന്മ ചെയ്തു എന്ന് ഞങ്ങൾക്ക് ഒട്ടും ഒന്നും അതിനുള്ള അളവ് എനിക്ക് പറയാനൊക്കത്തില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് ഞങ്ങൾ ദൈവത്തിന് എന്നും നന്ദി പറയുന്നുണ്ട്. പിന്നെ ദേവാലയങ്ങളിലാണെങ്കിലും മറ്റ് ദേവാലയത്തിൽ ഒരു പെരുന്നാൾ ഉണ്ടായാൽ എൻ്റെ ഭർത്താവ് അവിടെ പോകത്തില്ലായിരുന്നു. ഒരു പ്രദക്ഷിണത്തിനും ഒന്നും പോവുകയില്ല. ഇപ്പോൾ ആ മനുഷ്യൻ അവിടുത്തെ വലിയ ആളായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കാണുമ്പോൾ ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ആ ഒരു അവസരം ഞാൻ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ച് വാങ്ങിച്ചതാണ്. അമ്മാമ്മയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. അമ്മമ്മയുടെ ഭാവി കളഞ്ഞാണ് ഈ കുടുംബത്തിന് വേണ്ടി നിന്നത്, ഈ ആങ്ങളെ നോക്കാൻ വേണ്ടി മാത്രം. വേദനകളല്ലാതെ സന്തോഷം എന്നാന്ന് അമ്മമ്മ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അമ്മാമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സമാധാനവും ശാന്തി. അയൽവാസികളോടും കുടുംബത്തിലുള്ളവരും ബന്ധപ്പെട്ടവരെല്ലാം ഈ എൻ്റെ ഭർത്താവിനെ അംഗീകരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു മതിപ്പാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ കുടിയന്മാരെല്ലാം കൂടെ പോട്ടയിൽ പോയി ധ്യാനിക്കുകയും അതിനുശേഷം അവിടെ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ആഴ്ചയിൽ ഒരു പ്രാർത്ഥനാലയത്തിൽ പോയി പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് ആ നിർദ്ദേശമനുസരിച്ച് ഇവർ കുറേ പേര് കടന്നു വന്നു. അതിലെ പ്രധാനിയാണ് ഈ തങ്കച്ചൻ എന്ന് പറയുന്നയാൾ. തങ്കച്ചൻ കടന്നു വന്നു, സാവധാനം അടുത്തു വന്ന് പരിചയപ്പെട്ട് തങ്കച്ചൻ്റെ സ്ഥിതിവിശേഷങ്ങളൊക്കെയും പറഞ്ഞു. തങ്കച്ചൻ ചില ദിവസം വാറായി വന്നാൽ ചിലപ്പോൾ വാക്കത്തിയെടുത്ത് ഇവരെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് വാക്കത്തിയും കൊണ്ടുപോയി വെട്ടുന്നത് മുറ്റത്ത് നിൽക്കുന്ന ചെടിയായിരിക്കും. ആ ചെടി കഷ്ണമാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ തങ്കച്ചൻ മാറുമുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുണ്ടായിരുന്നെന്നാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് ഈ തങ്കച്ചൻ തന്നെ കുഞ്ഞാടിൻ്റെ കണക്ക് എൻ്റെ കൂട്ടത്തിൽ ടീം വർക്കിൽ കടന്നു വരികയും ടീമായി ഞങ്ങൾ പലയിടങ്ങളിൽ പോയി, പല സ്ഥലങ്ങളിൽ പോയി, പല കോൺവെൻസിൽ പോയി നൈറ്റിൽ മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം അതിശയം തോന്നത്തക്ക വിധത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്നും ഇതാ ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം കൊടുത്ത ആ വലിയ ദാനത്തിന് നമുക്ക് നന്ദി പറയാം. കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട തസ്ലീം സിസ്റ്റർ എന്നെ ചില ഉത്തരവാദിത്തോടെ ചില ജോലികൾ എന്നെ ഏൽപ്പിച്ചു. അത് ഒന്ന് കുമ്പസാരം എന്ന് പറയുമ്പം പല ചെറുപ്പക്കാരും ഇന്ന് കുമ്പസാരിക്കുന്ന കാര്യത്തിൽ പിന്നോക്കമാണ്. അവർ കുമ്പസാരിക്കാതെ വിളിച്ചുകൊണ്ട് പോകുമ്പം കുമ്പസാരിക്കാതെ ഒഴിഞ്ഞു മാറുക ഒരു പതിവുണ്ട്. അതുകൊണ്ട് കുമ്പസാരിക്കാനായിട്ട് നിർബന്ധമായിട്ടും കുമ്പസാര സ്ഥലത്ത് കൊണ്ടുവരികയും അവരെ കുമ്പസാരിപ്പിക്കുകയും അതുപോലെ തന്നെ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് കൗൺസിലിങ്ങിന് ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ സീരിയസ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തിൽ അതുപോലെ ഇരിക്കുന്ന ആൾക്കാരുടെ കൗൺസിലിങ്ങിന് വിടുകയും അവരെ പഠിച്ച് കൗൺസിലിങ്ങിനായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് അച്ഛന് സഹായിയായിട്ട് ഞാൻ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നു. കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം തുടങ്ങി അവസാനിക്കുന്നതും വരെ ഞായറാഴ്ച തുടങ്ങും, വെള്ളിയാഴ്ച രാവിലെ ധ്യാനം തീരുന്നിടം വരെ ഞാൻ എല്ലാ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റേജിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാൻ ജപമാല ചൊല്ലുന്നു. ധ്യാനം തുടങ്ങുന്ന അന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണ്. അതേതാണ്ട് 1.5 മണിക്കൂർ നേരം ആ പ്രാർത്ഥനയുണ്ട്. അത് സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത് ഞാനാണ്. ആൾക്കാരെ വിളിച്ച് അവരെല്ലാം ഇരുത്തി അതിൻ്റെ ക്രമം അനുസരിച്ച് ആൾക്കാരെ ഇരുത്തി അവരെ അഭിസംബോധന ചെയ്ത് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലുന്നു. അങ്ങനെ സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ ഞാൻ അതിനുവേണ്ടി കർത്താവിന് വേണ്ടി വേല അതുപോലെ ചെയ്യുവാനായിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഇപ്പോൾ കൂടുതൽ മുൻതൂക്കം ഞാൻ നൽകുന്നത് മദ്യപാനികളായ സഹോദരങ്ങൾ ഞങ്ങളുടെ സെൻറ്ററിൽ മദ്യപിച്ച് തന്നെ അബോധാവസ്ഥയിൽ വരുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായിട്ടും മനസ്സിലാക്കി അവരെ കൊണ്ടുപോയി നല്ല ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും കുമ്പസാരിക്കാനായിട്ട് അവർക്ക് പ്രേരണ നൽകി അവരെ കുമ്പസാരിപ്പിക്കുകയും അവരെ ഒരു പുതിയ രീതിയാക്കി
ഒരു പുതിയ സൃഷ്ടിയാക്കി തമ്പുരാൻ മാറ്റാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ അങ്കണത്തിൽ വസിക്കുവാൻ അവിടുന്ന് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. സങ്കീർത്തനം 65:4 ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ തങ്കച്ചായനിലൂടെ ലഭിച്ചത് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ നിരന്തരം ശുശ്രൂഷ ചെയ്യുവാൻ, ഇതിൻ്റെ തുടക്കം തുടങ്ങി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ച ശുശ്രൂഷകനാണ് ബഹുമാനപ്പെട്ട തങ്കച്ചായൻ. തങ്കച്ചായനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. ആദ്യകാല ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവാനുഭവത്തിലൂടെ 1991 ഈ ജീവിതത്തിലേക്ക്, മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു നവീകരണത്തിൻ്റെ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. ഈ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകനായി ഞങ്ങൾക്ക് ലഭിച്ചതിൽ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. സമരിയാക്കാരി സ്ത്രീ വലിയ വചനപ്രഘോഷകയായി മാറിയതുപോലെ തങ്കച്ചായനും ഈ കാലഘട്ടത്തിൽ വലിയൊരു വചനപ്രഘോഷകനായി, അത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ അനേകം ദൈവമക്കളെ നയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിലുള്ള സന്തോഷം, കർത്താവിലുള്ള ആനന്ദം, ക്രിസ്തുവിനെ ധരിക്കുന്നതിലുള്ള വലിയ തീവ്രത, അതിവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും പകർന്നു കൊടുക്കാനുള്ളൊരു ആവേശം, അതിനുള്ളൊരു മനസ്ഥിതി, മനോഭാവം തങ്കച്ചായനിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുന്നില്ല, മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. സുഭാഷിതത്തിൽ പറയുന്നു. പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അസന്മാർഗി, അത്യാഗ്രഹി, വിഗ്രഹാരാധകൻ, മദ്യപാനി, ഭോജനപ്രിയൻ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവനുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കരുതെന്ന് പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളത്, കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു, നാട്ടുകാർ കണ്ടെടുത്താൽ കാണരുതായിരുന്നു, ബന്ധുക്കൾ എന്നെ തഴഞ്ഞു, കുടുംബം തഴഞ്ഞു, എനിക്ക് ആരും ഉറ്റവരും ഉടയവരും എല്ലാവരും ഉണ്ടായിരുന്നവരും എന്നെ അറിയാതെയും എന്നെ കണ്ടാൽ പോലും സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ച് കടന്നുപോയ സമയങ്ങളൊക്കെ ഞാൻ ഈ സമയം ഓർക്കുന്നു. എന്നെ ആർക്കും വേണ്ടാതെ തഴഞ്ഞിട്ട് ഞാൻ ചത്താൽ മതി എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അത്ര മോശമായ അവസ്ഥയിൽ നിന്ന് എന്നെ ഈ രീതിയിൽ ഉയർത്തിയ കർത്താവ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിയുന്ന മക്കളോട്, നിങ്ങളുടെ കുടുംബം സന്തോഷവും സമാധാനവും അനുഭവിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ തുടരുന്ന ഈ മദ്യപാനശീലം, ഈ മയക്കുമരുന്നിൻ്റെ ശീലം നിങ്ങളിൽ നിന്നെടുത്ത് തമ്പുരാൻ മാറ്റുവാൻ അതിനുവേണ്ടി നിങ്ങളും മനസ്സ് വെച്ച് തമ്പുരാൻ്റെ വചനം കേട്ട് കഴിയുവാൻ ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഞാൻ അപേക്ഷിക്കുന്നു. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദുഷിച്ച സ്വഭാവമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് സർവ്വശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.